ഒരു ചെറിയ റിയാക്ഷൻ വീഡിയോയാണ് കേട്ടോ. ഈ രേണുവിനെ കുറിച്ചൊന്നും പറയണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇന്ന് തന്നെ ഞാനൊരു വീഡിയോ കാണാനിടയായേ. അത് കണ്ടപ്പോൾ എനിക്ക് എന്തൊരു മോശക്കട കുട്ടി കാണിച്ചു കൂട്ടുന്നത്. കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകൾക്കൊന്നും ആ പെൺകുട്ടിയോട് യാതൊരു താല്പര്യമില്ല. മറ്റുകാരുണ്ട്, ആരും അങ്ങനെ ആളെ താല്പര്യപ്പെടണമെന്ന് അങ്ങോർക്കും താല്പര്യമില്ല, അങ്ങോർക്കതിൻ്റെ ആവശ്യമില്ല. എന്ത് തോന്നുന്നോ, ഏത് ആൽബത്തിലേക്ക് എന്ത് അഭിനയിക്കാൻ വിളിക്കുന്നോ, തയ്യാറാണ്. പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ സുധി എന്ന് പറയുന്ന ആ ഒരു പാവപ്പെട്ട കലാകാരൻ, ആളൊരു പഞ്ചപാവായിരുന്നു നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ഒരാൾക്കും ഈ ഒരു പെൺകുട്ടീനെ ഒരു ആൽബത്തിലേക്കും അഭിനയിക്കാനോ ഒരു സ്റ്റേജ് ഷോയിൽ പങ്കെടുപ്പിക്കാനോ ഒന്നും വേണ്ടായിരുന്നു. സുധി അങ്ങോട്ട് പെട്ടെന്ന് അപകടത്തിൽ മരണപ്പെട്ടു. അതോടുകൂടി ഞാഞ്ഞൂല് തലപൊക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, എന്ന് പറഞ്ഞ പോലെ ഉയർത്തെഴുന്നേറ്റ് വന്നു. പിന്നെ കുറേ ആൽബം ടീം കുറേ വർക്കുകളൊക്കെ കൊടുത്ത് ഫേമസ് ആക്കി എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ ഇപ്പോൾ ഒരു വിദേശ യാത്ര, അങ്ങനെ പിന്നെ അതിനൊക്കെ മുന്നോടിയായിട്ട് ഒരു വീട്, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ വായിക്കിടക്കുന്ന നാക്കും ഇതേപോലെയുള്ള കയ്യിലിരിപ്പെന്ന് പറഞ്ഞാൽ എന്തിനും തയ്യാറാണ്. ഏത് റോൾ ചെയ്യണം, എന്ത് ചെയ്യണം, ഒക്കെ എൻ്റെ കൈകളിലുണ്ട് എന്നുള്ള രീതിയിലാണ് അഭിനയം കാഴ്ചവെക്കുന്നത്. അതാ ഇപ്പോൾ ഒരു പുതിയ ആൽബം, അതിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പം എനിക്കും തോന്നി രണ്ട് വാക്ക് സംസാരിക്കണമെന്ന്. നിങ്ങൾ ആൽബം ടീം നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കൂ. ആ സുധിയെ ഒന്ന് ഓർത്ത് നോക്കൂ. ആ ഒരു വ്യക്തിനെ ഓർത്താൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഈ പെണ്ണിനെ കൊണ്ട് അഭിനയിപ്പിക്കാനായിട്ട് തോന്നും. ആ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുന്നില്ല, ആ ഒരു കലാകാരനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ സുധിയുടെ ഭാര്യയെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് വളരെ മോശമല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു റോളൊക്കെ കൊടുക്കാമല്ലോ. നല്ലൊരു റോളിലേക്ക് അഭിനയിപ്പിക്കാനായിട്ട് വിളിച്ച് അതിനുള്ള പ്രതിഫലം കൊടുത്ത് ആ രണ്ട് മക്കളെ നോക്കിയൊക്കെ കുടുംബത്തിരിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഒരു സ്ഥലം, വീട്, ഇതൊക്കെയായി പിന്നെ ജീവിക്കാനായിട്ട് പൈസയായിരുന്നു വേണ്ടത്. പക്ഷേ അങ്ങനെ നല്ല റോളുകൾ കൊടുത്ത് ആ കുട്ടീനെ ഒന്ന് കൈ പിടിക്കുന്നതിന് പകരം അതിനെ മാക്സിമം എന്താ പറയുക, മോശപ്പേരുണ്ടാക്കുന്ന രീതിയിലുള്ള സീനുകളും വേഷങ്ങളും ഒക്കെ കൊടുത്ത് അതിനെ പരമാവധി നല്ല മനുഷ്യരുടെ മനസ്സിൽ നിന്നും തേച്ച് മായ്ക്കപ്പെട്ടു. രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ആ സ്വഭാവത്തിലുള്ള ആളുകൾക്കല്ലാതെ മറ്റൊരാൾക്കും ഇഷ്ടമില്ല. ഞാനാണോ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് ചോദിക്കും. ഒരു പരിധി വരെ ഞാൻ പറയുന്നത് സത്യമായ കാര്യം അല്ല എങ്കിൽ ആരെങ്കിലും ഇവിടെ പറയട്ടെ. ആ പെൺകുട്ടിയെ പോലെ നടക്കുന്ന, അല്ലെങ്കിൽ ആ സ്വഭാവത്തിലുള്ള ആളുകൾ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് കയറ്റി കൊണ്ടുവരും. അങ്ങനെ കുറേ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ടേ. ആ സപ്പോർട്ട് കാണുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തിൻ്റെ ധാരണ, ഞാൻ എന്തോ ഒരു മഹാസംഭവമാണ്, ഞാൻ ഇതല്ല ഇതിലപ്പുറം ചെയ്യും എന്നുള്ള രീതിയിലാണ് ആ പെൺകുട്ടിയുടെ മുന്നോട്ടുള്ള പോക്ക്. മോശമാണ് സുധി, രേണുവിനോട് പറയുന്നേക്കാൾ മുന്നേ ഞാൻ പറയുന്നത് ഈ ആൽബം ടീമുകളോടാണ്. നിങ്ങൾക്ക് ആ പെൺകുട്ടിക്ക് ഒരു നല്ല റോൾ കൊടുത്ത് അതിനെ സമൂഹത്തിലേക്ക് ഒരു നല്ല വ്യക്തിയായിട്ട് കൊണ്ടുവരാൻ ഇനിയും സമയമുണ്ട്. ഈ കള്ള് ഷാപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ കിട്ടുന്ന റോൾ എന്താണെന്നുള്ളത്. അങ്ങനെയൊക്കെ ആക്കി ആ കുട്ടിയുടെ ശരീരം ഇങ്ങനെ പൊതു മധ്യത്തിൽ കാണിക്കാതെ, അത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലൊരു കലാസൃഷ്ടിയുടെ ഭാഗമായിട്ടാണെങ്കിൽ ഓക്കെ. പക്ഷെ ഇതിങ്ങനെ വെറുതെ ഈ കുട്ടീനെ മോശക്കാരിയാക്കാൻ വേണ്ടി മാത്രം ആ വകയിൽ കുറച്ച് റീച്ചും നേടണം, അതിനൊക്കെ വേണ്ടി മാത്രം തട്ടിക്കൂട്ടുന്ന ഓരോ ആൽബങ്ങളാണിതൊക്കെ എന്ന് ഏത് കണ്ണു പൊട്ടനും മനസ്സിലാവും. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ആൽബം ടീം ഒന്ന് കണ്ണ് തുറന്നിട്ട് ആ കുട്ടിക്ക് നല്ല നല്ല സീനുകളോ നല്ല വേഷങ്ങളൊക്കെ കൊടുത്ത് ഈ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള ആ ഒരു മോശം കാഴ്ചപ്പാട് അങ്ങനെ വട്ടെ, അതൊന്ന് ഇനി ആയാലും ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള സമയം ഒരുപാടുണ്ട്. അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഒരു നല്ല പെൺകുട്ടിയാണ്, അതിനെ മോശക്കാരിയാക്കി ഇങ്ങനെ താഴ്ത്തി ചവിട്ടിക്കൂട്ടാതെ ഒന്ന് കൈപിടിച്ച് കൊണ്ടുവരും. എല്ലാവരും ആ കുട്ടിയെക്കുറിച്ച് നല്ലത് പറയട്ടെ. നല്ല രണ്ട് ആൺകുട്ടികളുണ്ട്, അവരൊക്കെ ഒരു കുടുംബമായിട്ട് നല്ലപോലെ ജീവിക്കട്ടെ. അതിന് നല്ല വേഷം കൊടുക്കുക, അതിന് കുടുംബത്ത് വരാനുള്ളൊരു സാഹചര്യം കൊടുക്കുക.
ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. സ്വതയെ നിങ്ങൾ ചിന്തിക്കണം. ആ പെൺകുട്ടിനെ എത്രത്തോളം നിങ്ങൾ മോശം ആയിട്ട് ചിത്രീകരിച്ച് സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുമ്പോഴും നിങ്ങൾ ആ കലാകാരനെ ഓർക്കണം. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണിതെന്ന് ചിന്തിക്കണം.